പി ദിവ്യയെ പിടിക്കാനായി പോലീസ് നെട്ടോട്ടം ഓടിയിട്ട് പോലും നവീൻ ബാബുവിനെ അധിക്ഷേപിച്ച കേസിൽ പി ദിവ്യ കീഴടങ്ങുന്നത് വരെ പോലീസ് കാത്തു നിന്നു. നമ്മളൊക്കെ അത് കണ്ടതാണ്. പോലീസിന്റെ വെട്ടത്ത് വന്ന് നിന്നിട്ടാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിക്കത്തൊക്കെ നൽകി പി ദിവ്യ പോയത്. അവസാനം ദിവ്യ പറഞ്ഞു ഇനി എന്നെ പിടിച്ചോ എന്ന് പറഞ്ഞപ്പോഴാണ് പിടിച്ചത്. പക്ഷെ ഹണി റോസിന്റെ ഒരു പരാതിയിൽ കേരള പോലീസിന്റെ ഒരു ശുഷ്കാന്തി അത് പറയാതിരിക്കാൻ കഴിയില്ല. 1000 ഏക്കറിൽ ബോച്ചയെ ഓട്ടിച്ചിട്ട് പിടിച്ച് ജയിലിൽ കിടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ജാമ്യം പോലും നിഷേധിച്ച്. സത്യത്തിൽ ഈ പോലീസിന്റെ ഈ ഒരു ശുഷ്കാന്തി അഭിനന്ദിക്കേണ്ടതല്ലേ നമ്മൾ? തീർച്ചയായിട്ടും കേരള പോലീസിന്റെ ഈ ശുഷ്കാന്തി നമ്മൾ പൂർണ്ണമായിട്ട് അഭിനന്ദിക്കണം. പക്ഷേ ചില കാര്യങ്ങൾ മാത്രം, അതായത് ഭാഗികമായ സമയത്ത് മാത്രമേ ഞങ്ങൾ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകൂ. ഇതാണ് കേരള പോലീസ് കാണിക്കുന്നത്. സത്യത്തിൽ ഈ ബോബി ചെമ്മണ്ണൂരിനെ പിടിക്കുന്നതിന് നമ്മളൊരു തെറ്റും പറയുന്നില്ല. ബോബി ചെമ്മണ്ണൂർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹണി റോസ് എന്ന് പറയുന്ന നടി പരാതി നൽകുകയും ആ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കാണുകയും ചെയ്യുമ്പോൾ ഇവർക്ക് അറസ്റ്റ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ എല്ലാ കാര്യത്തിലും ഇതുപോലെ വേണ്ടേ? നമ്മൾ കുറേ നാൾ ബാക്കിലേക്ക് പോകണം. അപ്പോൾ അടൂരിൽ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു യുവാവിൻ്റെ വീട്ടിലേക്ക് ഒരു സംഘം പോലീസുകാർ ഇടിച്ചു കയറി ചെല്ലുന്നു. എന്നിട്ട് അവൻ്റെ അമ്മയും നാട്ടുകാരെയൊക്കെ ഭയപ്പെടുത്തി കിടക്കപ്പായിൽ നിന്ന് വിളിച്ചുണർത്തി അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതോ ഭീകരനാണ്. ആണോ? അല്ല, യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവാണ്. എന്തോ ഒരു കാര്യത്തിന് അയാൾ പറഞ്ഞാൽ 2 പ്രാവശ്യം പോലീസ് സ്റ്റേഷൻ നടത്തിയല്ലോ, ആ ആളുടെയാണ് വീട് വളഞ്ഞിട്ട് പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നത്. ഇനി കുറച്ചുകൂടെ പിന്നിലേക്ക് പോയാലോ? ഭീകരവാദി എന്ന നിലയിലൊക്കെ ഉള്ള ഒരു പ്രതീതിയൊക്കെ ഉയർത്തിക്കൊണ്ടാണ് ജീപ്പ് ഇടിച്ചു കിടന്ന് ഒരു സിനിമാ മോഡൽ. ഇനി കുറച്ചുകൂടെ പിന്നെ പോയാൽ PC ജോർജ് എന്ന് പറയുന്ന കേരള രാഷ്ട്രീയത്തിലെ അധികായൻ എന്നൊക്കെ പറയാവുന്ന വ്യക്തിത്വങ്ങളിൽ ഒരാൾ, അദ്ദേഹത്തെ ഇതുപോലെ വീട് വളഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. എന്താ വലിയ ക്രിമിനൽ കുറ്റം ചെയ്തവരെ. ഇവിടെ അതിനേക്കാൾ വലിയ ഭീകരമായ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച ഒരു സംഭവത്തിലാണ് പി ദിവ്യ പ്രതിയായിട്ടുള്ളത്. ഈ പി ദിവ്യയുടെ കാര്യത്തിൽ ഇതൊന്നും നമ്മൾ കണ്ടില്ല. അപ്പോൾ PC ജോർജിനെയോ രാഹുൽ മാങ്കൂട്ടത്തിനെയോ ഈ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്ത പോലീസിൻ്റെ നടപടി നമ്മൾ തെറ്റാണെന്ന് പറയുന്നില്ല. ആ കാണിക്കുന്ന ശുഷ്കാന്തി എന്തുകൊണ്ട് ദിവ്യയുടെ കാര്യത്തിൽ കാണിക്കുന്നില്ല? അപ്പോൾ ഭരിക്കുന്ന പാർട്ടി, പ്രത്യേകിച്ച് CPM ആണെങ്കിൽ അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ഒരു മെല്ലെപ്പോക്ക് നയം സ്വീകരിക്കും. അതല്ലെങ്കിൽ പി ദിവ്യ എന്ന് പറയുന്ന ഈ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അവരാണ് നവീൻ ബാബുവിൻ്റെ മരണത്തിന് ഉത്തരവാദിയെന്ന് സമൂഹമെല്ലാം തന്നെ കണ്ടതാണ്, തിരിച്ചറിഞ്ഞതാണ്. കൊച്ചുകുട്ടികൾ മുതൽ ഈ പി ദിവ്യക്കെതിരായ നിലപാട് സ്വീകരിച്ചു. എന്നിട്ടും പി ദിവ്യയെ കണ്ടില്ല. പി ദിവ്യ ഈ കുറ്റമെല്ലാം ചെയ്തിട്ട് അവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ദിവ്യ എവിടെയാണെന്ന് അറിയില്ലെന്ന് ആദ്യത്തെ ദിവസം പറഞ്ഞു. പിന്നീട് നമ്മൾ കാണുന്നത് എന്താ? പി ദിവ്യ തൻ്റെ ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷ പദവി രാജിവെച്ചുകൊണ്ടുള്ള കത്ത് കൊടുക്കാൻ നേരെ പോലീസ് സ്റ്റേഷൻ മുമ്പിൽ പോയി നിൽക്കുന്നു. അല്ലേ? അവിടെ കാത്തു നിന്ന് വാഹനത്തിൽ നിൽക്കുന്നു. ഈ പറയുന്ന സെക്രട്ടറി ട്രെയിനിൽ വന്നിറങ്ങുന്നു. അതിനുശേഷം കത്ത് കൊടുക്കുന്നു. അപ്പോഴും പി ദിവ്യയെ കണ്ടില്ല. പോലീസുകാർ പറഞ്ഞത് ദിവ്യങ്ങളുടെ മുമ്പിൽ വന്നാൽ എളുപ്പം കണ്ണു പൊത്തണം കേട്ടോ എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അല്ലേ? അപ്പോൾ ദിവ്യയെ കണ്ടാലേ പിടിക്കണ്ടല്ലോ, കണ്ടില്ലേ പിടിക്കണ്ടല്ലോ. പക്ഷേ ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യം ആലോചിച്ച് നോക്കിയാൽ അയാൾ വന്നിട്ട് പോയി നിങ്ങൾ കണ്ടോ? ഇല്ല, ഞങ്ങൾ കണ്ടില്ല, ഞങ്ങൾ കണ്ണടച്ചിരിക്കുകയായിരുന്നു, ഞങ്ങൾ കണ്ടില്ല. ദിവ്യക്ക് പോയി, ഞങ്ങൾ കണ്ടില്ല അതറിയാം. പക്ഷെ ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യം ആലോചിച്ച് നോക്കി, ബോബി ചെമ്മണ്ണൂർ ചെയ്തതിനോടൊന്നും നമ്മൾ യോജിപ്പൊന്നുമില്ല. പക്ഷേ ബോബി ചെമ്മണ്ണൂരിനെ പിടിച്ച രീതി, അയാളെ 7 മണിക്കൂറോളം അല്ലേ ഒരു പോലീസ് വാഹനത്തിൽ ഇങ്ങനെ ഇടുക്കി ഇരുത്തിക്കൊണ്ട് പോകുന്നു. ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഒരു പക്ഷേ അയാൾ കീഴടങ്ങിയേക്കാം, എന്തായാലും നമുക്കത് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ പറയുന്ന പി ദിവ്യയുടെ കാര്യത്തിലായിക്കോട്ടെ, പെരിയ ഇരട്ടക്കൊലപാതക കേസിലായിക്കോട്ടെ, CPMന്റെ നിലപാട് എന്തായിരുന്നു? ആ കൊലപാതക കേസിൽ കുറ്റം ചെയ്ത CPM പ്രവർത്തകരെ രക്ഷിക്കാൻ വേണ്ടി സുപ്രീം കോടതിയിലെ അഭിഭാഷകരെ കൊണ്ടുവരും. എത്രയോ കോടി രൂപ ചിലവാക്കി. ഈ പൈസ എവിടുത്തെയാ? നമ്മൾ ഓരോരുത്തരും നൽകുന്ന നികുതിപ്പണമാണ്. ആ നികുതിപ്പണം ഉപയോഗിച്ച് സർക്കാർ തങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച, CPMന് വേണ്ടി പ്രവർത്തിച്ച കൊലപാതകികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. പി ദിവ്യ എന്ന് പറയുന്ന ഒരു ഒറ്റ സ്ത്രീ കാരണം നവീൻ ബാബുവിനെ നഷ്ടപ്പെടുകയും അതുമൂലം ഒരു അമ്മ അല്ലെ ഒരു സ്ത്രീ അവർക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ട സ്ത്രീയായി മാറുന്നു. 2 മക്കൾ, അച്ഛനില്ലാത്ത മക്കളായി മാറുന്നു. ഇതൊക്കെ ചെയ്തത് ദിവ്യയാണ്. ഈ ദിവ്യയെ പിടിക്കാൻ ഇതൊന്നും കാണിച്ചില്ല. മാത്രമല്ല ദിവ്യ എന്തോ പിടികിട്ടാപ്പുള്ളിയാണെന്നും അവസാനം ഇവരെ പിടിക്കാൻ ഒരു മാർഗവുമില്ലെന്നും പറയുന്നു. എന്നിട്ട് പോലീസ് പറയുന്നുണ്ട് ഇവർ ജില്ല വിട്ടു പോയിട്ടില്ല. അല്ലേ? അപ്പോൾ ഇത്രയും നിരീക്ഷണ സംവിധാനങ്ങളൊക്കെ പോലീസിനുണ്ടെങ്കിൽ ബോബി ചെമ്മണ്ണൂർ വയനാട്ടിലാണെന്ന് കണ്ടെത്തി ഫാം ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ നാടകീയമായി പിടികൂടാൻ പറ്റുമെങ്കിൽ ദിവ്യയും പിടികൂടാമായിരുന്നല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് പിടികൂടാഞ്ഞ്? ദിവ്യ വന്നേച്ച് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്യാമോ? അപ്പം പോലീസ് പറഞ്ഞു ഒന്നുകൂടെ പറഞ്ഞാൽ, നിർബന്ധിച്ചാൽ. അങ്ങനെ പറഞ്ഞിട്ടാണ് ദിവ്യ അറസ്റ്റ് ചെയ്തത്. എങ്ങനെ നമ്മൾ ഈ ഇതിലേക്ക്? അതല്ല, ഹണി റോസ് പരാതിയുമായി പോയപ്പോൾ മുഖ്യമന്ത്രി വിളിച്ച് ആശ്വസിപ്പിച്ചു, ഞങ്ങളൊപ്പമുണ്ട്, ധൈര്യമായിരിക്കൂ, ഇത്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്നവരെ ഞങ്ങൾ വെറുതെ വിടില്ല, ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ കൊലപാതകം ചെയ്യുന്നവരെ വെറുതെ വിട്ടാലും ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്നവരെ ഞങ്ങൾ വെറുതെ വിടില്ല. അതായത് പി ദിവ്യ എന്ന് പറയുന്ന നവീൻ ബാബുവിനെ ADMനെ അധിക്ഷേപിച്ച് അദ്ദേഹം കൊലപാതകമല്ല, അത് ആത്മഹത്യയാണ് എങ്കിൽ അതിൽ പൂർണ്ണ ഉത്തരവാദിത്വം പി ദിവ്യയ്ക്ക് തന്നെയാണ്. കാരണം അതിൽ മനംനൊന്തായിരിക്കണം
അദ്ദേഹം മരണപ്പെട്ടത്. നാട്ടിലേക്ക് പോകാൻ അത്രത്തോളം സന്തോഷവാനായിരുന്ന ഒരു വ്യക്തിയെ യാത്രയയപ്പ് ചടങ്ങിൽ വന്നിട്ട് വളരെ അപഹാസ്യമായ രീതിയിൽ അദ്ദേഹത്തിനെ മോശമായി ചിത്രീകരിച്ചിട്ട് മാസ് ഡയലോഗൊക്കെ പറഞ്ഞുകൊണ്ട് ദിവ്യ തിരിച്ചിറങ്ങി പോകുന്നു. പിന്നീട് ദിവ്യയെ കാണുന്നത് ജാമ്യം നിഷേധിച്ചതിന് ശേഷം ദിവ്യയുടെ വണ്ടിയിൽ കണ്ണൂരിലുള്ള ഒരു സ്ഥലത്ത് വന്ന് നിന്നിട്ട് പോലീസിനെ വിളിക്കുന്നു, ഞാൻ എത്തിയിട്ടുണ്ട് വന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമാ സ്റ്റൈലിലാണ് ദിവ്യയെ കൊണ്ടുപോകുന്നത്. മാധ്യമങ്ങളുടെ മുന്നിൽ പോലും തല കാണിക്കാതെ ഒളിച്ചു കടത്തുന്ന രീതിയിലാണ്. ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോഴും ആദ്യത്തെയും രണ്ടാമത്തെയും ഗേറ്റ് വഴിയല്ല, മൂന്നാമത്തെ ഗേറ്റ് വഴി മാധ്യമങ്ങളുടെ കണ്ണിൽ പെടാതെയാണ് ദിവ്യയെ സംരക്ഷിക്കുന്നതും ദിവ്യയെ കൊണ്ട് നടക്കുന്നതുമൊക്കെ. അപ്പോൾ ബോബി ചെമ്മണ്ണൂർ ചെയ്തതിനെക്കാട്ടിൽ 1000 മടങ്ങ് തെറ്റാണ് PP ദിവ്യ ചെയ്തത്. എന്നിട്ട് PP ദിവ്യയ്ക്ക് സംരക്ഷണം നൽകുന്ന കേരള പോലീസ് ബോബി ചെമ്മണ്ണൂരിനെ വയനാടുള്ള 1000 ഏക്കർ എസ്റ്റേറ്റിൽ പോയി ഓടിച്ചിട്ട് നിൽക്കണ്ട, ഓടിക്കോ, ഞങ്ങൾക്ക് ഓടിച്ചിട്ട് പിടിക്കണം, നാളത്തെ പത്രത്തിൽ വരണം പോലീസ് ഓടിച്ചിട്ട് പിടിച്ചെന്ന്. എന്നിട്ട് ഓടിച്ചിട്ട് പിടിക്കുന്നു, നാടകീയമായി കൊണ്ടുവരുന്നു. അതിനുശേഷം കുത്തി നിറച്ച ജീപ്പിൽ കയറ്റി കൊണ്ടുവരുന്നു. പിന്നീട് മാധ്യമങ്ങളുടെ മുന്നിലൊക്കെ അദ്ദേഹത്തെ പ്രദർശിപ്പിക്കുന്നു. പിന്നീട് അദ്ദേഹത്തിന് ജാമ്യം ഇന്ന് ജില്ലാ കോടതിയിൽ അദ്ദേഹം വീണ്ടും ജാമ്യാപേക്ഷ നൽകുന്നുണ്ട്. ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ പോലീസിൻ്റെ ഒരു നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഈ പോലീസ് കാണിച്ചത് എന്താണ്, PC ജോർജിനോട് ഈ പോലീസ് കാണിച്ചത് എന്താണ്? ആ സമയത്താണ് PC ജോർജിൻ്റെ ഭാര്യ പിണറായിയെ ഉഷ വലിയ രീതിയിൽ ശപിച്ചത്. ഇതിനൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് നാക്ക് വായിലിടും മുമ്പ് മാസപ്പടി കേസിൽ മകളെ കൊണ്ട് ഓട്ടം തുടങ്ങി പിണറായി എന്നുള്ളത്. പിന്നെ കാണുന്ന ദിവസങ്ങളിലൊക്കെ ആ ശാപം ഫലിച്ചതുപോലെയാണ്. എല്ലാത്തിലെ അഴിമതി പുറത്തു വരുന്നു. ശശിധരൻ കർത്തയിൽ നിന്ന് ഫണ്ട് വാങ്ങിയതുമായി ബന്ധപ്പെട്ട് കേസ് എവിടെ എത്തി, അന്വേഷണം എവിടെ എത്തി എന്നതിലപ്പുറം കുറച്ച് ദിവസമെങ്കിലും ഉഷയുടെ ശാപം കാരണം പിണറായിയുടെ മനസമാധാനം പോയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. അത് മറച്ചു വെക്കാൻ കഴിയില്ല. എന്തായാലും കേരള പോലീസിൻ്റെ ചില ആളുകളോടുള്ള ഈ ശുഷ്കാന്തി, ഇപ്പോൾ ഒരു ഗായിക പരാതി കൊടുത്തതിൻ്റെ പേരിൽ ഞങ്ങൾ മീഡിയ മലയാളത്തിലെ ഒരു 3 മാധ്യമ പ്രവർത്തകരെ വിളിച്ചിട്ട് പോലീസ് നടത്തിയ ചില നാടകീയ രംഗങ്ങളൊക്കെ ഉണ്ട്. ഞാനൊക്കെ വിചാരിച്ചു ഇപ്പോൾ തന്നെ എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് മാറ്റുമെന്നൊക്കെ വിചാരിച്ച് ഇരുന്നു. എന്തോ ദൈവഭാഗ്യം കൊണ്ട് CPMകാരല്ലാതിരുന്നിട്ടും പോലീസിന് ജയിലിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അവരോട് നന്ദി പറയുകയാണ്. ഇനി അടുത്ത് ഇതുപോലെ സെലിബ്രിറ്റികളായവർ അല്ലെങ്കിൽ CPM അനുഭാവമുള്ളവർ, CPM പാർട്ടിയോടൊപ്പം നിൽക്കുന്നവർ, അവർക്കൊക്കെ മാത്രം നീതി കൊടുക്കാനാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എന്ന് വീണ്ടും പിന്നെ ഈ പോലീസ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല, അല്ലേ? അതായത് ഇപ്പം വയനാട്ടിലെ പുനരധിവാസം സംബന്ധിച്ച് കുറച്ച് പ്രശ്നങ്ങൾ നടക്കുകയാണ്. അതിൻ്റെ വീട് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ പ്രതിസന്ധിയിലാകുന്ന അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ വരികയാണ്. കൃത്യമായി ഈ ചർച്ചകൾ മുന്നോട്ട് പോകുന്നതിനിടയിൽ ന്യൂസുകൾ എങ്ങനെയാണ് ഡൈവേർട്ട് ചെയ്യപ്പെടുന്നത്? അവിടെ ബോബി ചെമ്മണ്ണൂരിനെതിരായ ഒരു പരാതി വരുന്നു. സ്വാഭാവികമാണ്, ആ പരാതിയിൽ ഉടൻ ആക്ഷൻ വരുന്നു. ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യുന്നു, പിന്നെ വണ്ടിയെ ഫോളോ ചെയ്യുന്നു, ദൃശ്യമാധ്യമങ്ങളെല്ലാം അതിൻ്റെ പിന്നാലെ പോകുന്നു. സ്വാഭാവികമായും ദൃശ്യമാധ്യമങ്ങളെല്ലാം പോയി കഴിഞ്ഞാൽ അതിലേക്ക് ഓൺലൈൻ മീഡിയയും അതുപോലെ തന്നെ ദിനപത്രങ്ങളും എല്ലാം എത്തും. വിഷയമായി മാറിയില്ലേ? അപ്പോൾ ഈ വയനാട്ടിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലേക്കുള്ള ശ്രദ്ധ എല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ചില നടപടികളുണ്ടായിരുന്നു. അപ്പോൾ കേന്ദ്രത്തിൽ പറയുന്നു റോഡ് അപകടങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇനി അതിന് വലിയ തോതിൽ ഇൻഷുറൻസ് നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകും. അതായത് ഏതെങ്കിലും വാഹനം വന്ന് ഇടിച്ചിട്ട് പോവുകയാണെങ്കിൽ അവർക്ക് 2 ലക്ഷം രൂപ വരെ നൽകും. മാത്രമല്ല ഈ വാഹനാപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവർക്ക് 7 ദിവസത്തിനുള്ളിൽ ഏതാണ്ട് 1.5-2 ലക്ഷം രൂപ വരെ സഹായം സർക്കാർ നൽകും എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ ഉണ്ടാകുമ്പോൾ കൃത്യമായി വാർത്തകളെ ഡൈവേർട്ട് ചെയ്യാൻ ഒരു ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ട് ഇവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ ഓടിച്ചിട്ട് പിടിക്കുന്നു, പുള്ളി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു, അവിടെ നെഞ്ചുവേദന വരുന്നു, അത് കുഴപ്പമില്ല, ബാക്കിയുള്ള പരിശോധനയൊക്കെ ജയിലിൽ നടത്താമെന്ന് പറയുന്നു. ഇതേ കേസിൽ ദിവ്യയുടെ കാര്യത്തിൽ എന്താ ചെയ്തത്? അവരെ കൃത്യമായി ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു, ഇഞ്ച് ബൈ ഇഞ്ച് പരിശോധിക്കുന്നു. എന്നിട്ട് അതിൻ്റെ ദൃശ്യങ്ങളൊന്നും പകർത്താതിരിക്കാൻ മാധ്യമപ്രവർത്തകരെ കൃത്യമായി തടയുന്നു. പോലീസിനേക്കാൾ കൂടുതൽ സേവനവുമായിട്ട് CPM പ്രവർത്തകർ ഇരിക്കുന്നു, അല്ലേ? ഇതിൽ പോലീസ് ഏതാ CPMകാർ ഏതാണെന്ന് അറിയാത്ത അവസ്ഥയാണ്. പക്ഷേ ബോബി ചെമ്മണ്ണൂരിൻ്റെ അറസ്റ്റ് മുതൽ ഈ ജയിലിലെത്തുന്നവരെയുള്ള കാര്യങ്ങൾ കൃത്യമായി എങ്ങനെയാണ് മീഡിയയിലേക്ക് എത്തുന്നത്? അപ്പോൾ പോലീസ് അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായി വാർത്തകളെ മറികടക്കാൻ, അല്ലെങ്കിൽ വാർത്തകളെ തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സൃഷ്ടിച്ചെടുക്കാൻ അവർക്ക് സാധിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റിലും PC ജോർജിൻ്റെ അറസ്റ്റിലും നമ്മളിത് കണ്ടതാണ്. പിന്നീട് ആ നടപടി എവിടെ പോയി? അപ്പം
വാർത്തകൾ ചില കുറച്ച് സമയത്ത് കാര്യങ്ങൾ മറയ്ക്കാൻ ചിലരെ മറയാക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എനിക്ക് ബോബി ചെമ്മണ്ണൂരിനെയൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് കണ്ടപ്പോൾ ആ ഒരു രംഗങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് എന്തോ രാജ്യവിരുദ്ധ കാര്യങ്ങൾ ചെയ്ത ഒരു ഭീകരനെ കേരള പോലീസ് പിടിച്ച് കൊണ്ടുവരുന്ന ഒരു പ്രതീതി പോലെയാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനം പിടിച്ച ഇതുപോലെ കാണുന്നില്ല. ഇത്രയും കാണത്തില്ല. ദേശീയ ഏജൻസിയൊക്കെ ഇവിടെ വന്നിട്ട് ഒരു വിമാനം കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടിനെ മുഴുവൻ പിടിച്ചോണ്ട് പോയി അല്ലേ? ഇവിടുത്തെ പോലീസ് അറിഞ്ഞിട്ട് അത് പോലീസ് അറിഞ്ഞില്ല. അന്ന് ഈ ശുഷ്കാന്തിയൊക്കെ കാണിച്ചിരുന്നെങ്കിൽ നമ്മൾ പറയാം കണ്ടോ കേരള പോലീസ് പിടിച്ചപ്പം ദേശീയ ഏജൻസി വന്ന് പിടിച്ചത്. അതൊന്നും അല്ലല്ലോ. ഇവിടെ ബോബി ചെമ്മണ്ണൂരിനെ പിടിക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു, ഇയാളൊരു ഭീകര, ഇയാൾ ചെയ്ത തെറ്റിന് നമ്മൾ ഇപ്പോഴും ന്യായീകരിക്കുന്നില്ല അല്ലെ? പക്ഷേ പോലീസിന്റെ നടപടി നല്ലത് തന്നെയാണ്. പക്ഷെ എല്ലാവരുടെ അടുത്തും ഒരേ നീതി കൊടുക്കണ്ടേ അല്ലെ? അല്ല ഭരിക്കുന്ന പാർട്ടിക്ക് താല്പര്യമുള്ള, ഭരിക്കുന്ന സർക്കാരിന് താല്പര്യമുള്ള ആളുകളുടെ അടുത്ത് ഒരു പ്രത്യേക നീതി, അവർക്ക് ഇഷ്ടമില്ലാത്തവരോട് ക്രൂരമായ നീതി, അത് പാടില്ല അല്ലെ?